സംഘടിപ്പിച്ചുകൂടിയ മുഴുവൻ ജനങ്ങൾക്കും കേരളയാത്രയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ وآله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله العظيم. والله في عون العبد ما كان العبد في عون أخيه. صدق رسول الله صلى الله عليه وسلم. ബഹുമാന്യരായ സാധാത്തുക്കൾ, പണ്ഡിതർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, മാനവികതയെ ഉണർത്തി അത് നടപ്പിൽ വരുത്തുന്നു, നിലനിർത്തുന്നു ഇൻഷാ അല്ലാഹ്. ഈ മഹത്തായ മുദ്രാവാക്യം, ഈ മഹത്തായ പ്രമേയം അംഗീകരിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായി ജാതീയതയും വർഗവും നോക്കാതെ എല്ലാവിധ ആളുകൾ ഈ പ്രമേയം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ബിജു പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രമല്ല മാനവികതയിൽ ഉള്ളത് ഞങ്ങൾ തിരുവനന്തപുരത്തെത്തുമ്പോഴേക്കും ഗവൺമെൻറ്റിനോട് പറയേണ്ടതെല്ലാം ഓരോന്നോരോന്നായി പറയുകയും ജനങ്ങളോട് പറയേണ്ടത് ജനങ്ങളോട് പറയുകയും അതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ബുദ്ധി ചിന്തകന്മാരോട് അഭിപ്രായങ്ങൾ കൂടി ആരാഞ്ഞ് രേഖാമൂലം എഴുതി വാങ്ങി അതും കൂടി ചേർത്ത് ഞങ്ങൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് തന്നെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പുതുതായി ഒന്ന് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർമാർക്ക് പ്രത്യേകമായി സന്തോഷമുള്ള കാര്യമാണ്. ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ വിൽക്കുക, ലൈസൻസ് ഇല്ലാത്ത മരുന്നുകൾ വിൽക്കുക, ലൈസൻസ് ഇല്ലാത്തവർ ഉണ്ടാക്കിയ മരുന്നുകൾ വിൽക്കുക തുടങ്ങി മെഡിക്കൽ രംഗത്ത് നടക്കുന്ന എല്ലാ തട്ടിപ്പുകളെയും അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിലൊന്ന് പറഞ്ഞത് അമിതമായ വില മരുന്നിന് ഈടാക്കുന്നതും കൂടാതെ ആവശ്യമില്ലാതെ രോഗികളെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും ഒഴിവാക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഞങ്ങളതിൽ ജയിക്കില്ല. എന്തുകൊണ്ട്?
ആവശ്യമുള്ളതോ ഇല്ലാത്തതോ എന്ന് തീരുമാനിക്കേണ്ടത് ഡോക്ടർമാരാണ്. അപ്പോൾ ഞങ്ങൾ ആവശ്യമില്ലാതെ പറഞ്ഞാലും അത് ആവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ഞങ്ങളത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്തതിന് മാത്രമാണ്. പണ്ട് കാലത്ത് നാടി ഇറങ്ങി പിടിച്ചുകൊണ്ട് എല്ലാ രോഗവും പറയുന്ന കാലഘട്ടമായിരുന്നു. ഇന്ന് എല്ലാ രോഗത്തിനും സ്പെഷ്യൽ വിഭാഗവും ഡോക്ടർമാരും ഉണ്ട്. അതുകൊണ്ട് അതനുസരിച്ചുള്ള നീക്കങ്ങൾ വേണം. ഞങ്ങൾ അതിനെ എതിർക്കുകയും ഇല്ല. ഏതായിരുന്നാലും ഈ മെഡിക്കൽ രംഗത്തുള്ള അനധികൃതമായത് തികച്ചും കണ്ടുപിടിക്കപ്പെടുകയും തടയപ്പെടുകയും വേണം എന്ന് സാദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ